Hello friends, welcome back to our channel. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു വെട്ട് കേക്ക് ഉണ്ടല്ലോ, അതേ ഒരു ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണിത്. പക്ഷേ വെട്ട് കേക്കിൻ്റെ അത്ര വലുപ്പമില്ല, കുറച്ച് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന മെത്തേഡിലും കുറച്ച് മാറ്റങ്ങളുണ്ട്. വെട്ട് കേക്കിൻ്റെ അത്രയ്ക്ക് ഡിഫിക്കൽട്ടൊന്നുമില്ല ഉണ്ടാക്കാൻ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം. അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ളതാവാൻ ശ്രദ്ധിക്കുക, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു അളവിൽ ഒരു മീഡിയം മധുരമേ കാണുള്ളൂ. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഏലക്കായാണ്. അപ്പോൾ ഒരു 4 ഏലക്കായുടെ മണി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ച് തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് മൈദയാണ്. അപ്പോൾ 2 കപ്പ് അളവിൽ മൈദയാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് മൈദയുടെ പകരം ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തായി ചേർത്ത് കൊടുക്കുന്ന റവയാണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് റവ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ വറുത്തതായാലും വറുക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാൽപ്പൊടി ഇല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാം. പാൽപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് ആ ഒരു ചൂടോടുകൂടെ തന്നെ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ നെയ്യുടെ ഫ്ലേവർ ഒട്ടും ഇഷ്ടമല്ലാത്തവർക്ക് നമുക്ക് ഇതേ ഒരു അളവിൽ തന്നെ റിഫൈൻഡ് ഓയിൽ എടുത്തിട്ട് ഇതുപോലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ ഒഴിക്കുമ്പം ആ ഒരു ടേസ്റ്റേ മാറിപ്പോവും. ഇനി ഇതുപോലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാരണം ചൂടായ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരിക്കലും കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ നിൽക്കരുത്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് ആ ഒരു ചൂട് ഈ ഒരു പൊടികളുടെ എല്ലാ വശത്തേക്കും വന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആ ഒരു സമയം കൊണ്ട് തന്നെ അതിൻ്റെ ചൂടും അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ചപ്പാത്തിക്ക് എടുക്കുന്ന ആ ഒരു മാവിൻ്റെ പരുവല്ല, അതിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് സ്റ്റിക്കി ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഇതിലേക്ക് ഇനി ചേർക്കരുത്. ആ ഒരു മുട്ടയുടെ നനവും അതുപോലെ തന്നെ നെയ്യുടെ ആ ഒരു നനവും മാത്രം മതി. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണയൊന്ന് തടവിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മോൾ വശം വല്ലാണ്ട് ഡ്രൈ ആയി പോവും. ഇനി എണ്ണയൊന്ന് തടവിയതിന് ശേഷം നമുക്കത് അടച്ചൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സോഫ്റ്റായിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൽ നിന്ന് ഇതുപോലെ പകുതി പോർഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഇതുപോലൊന്ന് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് ചെറുതായും പോകരുത്, എന്നാൽ ഒരുപാട് വലുതായും വരരുത്. ഒരു മീഡിയം വലുപ്പത്തിൽ വേണം നമ്മളൊന്ന് ഉരുട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ അതെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് വലുപ്പത്തിൽ എടുക്കുക എന്നുണ്ടെങ്കിൽ അത് ഫ്രൈ ആയി വരാൻ കുറച്ച് അധികം ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓരോ പീസിലും കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ക്രോസ് മാർക്ക് മാതിരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണമെന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് കൈവച്ച് തന്നെ ചെറിയ ബോൾസാക്കി ഉണ്ടാക്കിയിട്ട് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ മാറ്റമൊന്നും വരുന്നില്ലല്ലോ. ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഭംഗി ഇരുന്നോട്ടെ, ആ ഒരു വെട്ടേക്കിൻ്റെ ആ ഒരു ലുക്കിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പകുതി പോർഷൻ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ റിഫൈൻഡ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരണം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമ്മൾ ഓരോ പീസായിട്ടും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്തും വല്ലാണ്ട് ഇങ്ങനെ കുത്തി നിറച്ച് ഇട്ട് കൊടുക്കരുത്. കാരണം ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇച്ചിരിയും കൂടെ ആ ഒരു ഷേപ്പ് ഒന്ന് വലുപ്പം വരും. അപ്പോൾ അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇട്ടതും അതുപോലെ തന്നെ മറിച്ചിടരുത്. ഇതുപോലെ എണ്ണ ഒന്ന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് നന്നായിട്ടൊന്ന് വീർത്ത് ഒന്ന് ഫ്രൈ ആയി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ എണ്ണയൊന്ന് ഇതുപോലെ തൂവി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടെടുത്ത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് വലുതായിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര എണ്ണ മതിയാവില്ല. കുറച്ച് അധികം തന്നെ എണ്ണയെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ ലാഭിക്കാനായിട്ടാണ് ചെറിയ പീസായിട്ട് തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്.
ഇനിയിപ്പോൾ ഇതെല്ലാം ഇതുപോലെ തിരിച്ചും മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവണ വരെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ആ നടുക്ക് ആ ഒരു ക്രോസ് ഇട്ട് കൊടുത്തുകൊണ്ടാണ് ആ ഒരു പോർഷനിൽ കണ്ടില്ല ഒരു കളർ ചേഞ്ച് വന്നിട്ട് നല്ലൊരു ഭംഗിക്ക് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ പ്ലെയിൻ ആയിട്ടൊരു കളറല്ലേ ഉണ്ടാവുള്ളൂ. ഇനി നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ഈ ഒരു സ്നാക്ക് ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല, ആ ഒരു ടെൻഷനേ വേണ്ട. നമ്മൾ റവയൊക്കെ തന്നെ ചേർത്തുകൊണ്ട് ഒട്ടും എണ്ണ കുടിക്കാത്തൊരു സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ബാച്ച് ഫുള്ള് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ 2 പോർഷനായിട്ടാണല്ലോ വെച്ചത്. അപ്പോൾ 2 പോർഷനും ഇതുപോലെ റോൾ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരിക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് തന്നെയാണ്. നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്യാനും അതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ തന്നെ മാക്സിമം ഒരു 12 മിനിറ്റ് ഒക്കെ തന്നെ മതിയാവും. ഫ്രൈ ചെയ്യാനും ബാക്കി ഒരു 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം പോയാൽ 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞു വെട്ടേക്ക് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ സാധിക്കും. വൈകിട്ട് ചായയുടെ കൂടെ ആണെങ്കിലും അതുപോലെ കുട്ടികൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാനാണെങ്കിലൊക്കെ നല്ലൊരു പലഹാരമാണിത്. അതുപോലെ ഈ ഒരു പലഹാരം ഒരാഴ്ച വരെയൊക്കെ തന്നെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്കിത് യൂസ് ചെയ്യാനും സാധിക്കും. ഇനി ഞാനിതൊന്ന് മുറിച്ച് ഉൾവശം കൂടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ല, ഉൾവശവും നല്ലോണം കുക്കായിട്ടുണ്ട്, പുറമേ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ പൊടിഞ്ഞു വരുന്ന ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വെട്ടുകേക്ക് ഉണ്ടാവുക. അതേ ഒരു ടെക്സ്ചറിൽ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മധുരമൊക്കെ തന്നെ ആ ഒരു മീഡിയം ലെവലിൽ തന്നെയുള്ളൂ. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെയുള്ള ഒരു കുഞ്ഞു വെട്ടുകേക്ക് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.